മകനോട് അപ്പൻ ചോദിക്കുകയാണ്, എടാ നീ എന്തിനാണ് ഇങ്ങനെ താടി വളർത്തുന്നത്? നിന്റെ തലമുടി എന്താണ് ഇങ്ങനെ? വെറുതെ എന്തിനാണ് ഇങ്ങനെ വളർത്തുന്നത്? അത് കേട്ടപ്പോൾ ഇവൻ നേരെ ഭിത്തിയിൽ തൂക്കിയ യേശുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി. ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ യേശുവിന് നല്ല താടിയുണ്ട്, നീളമുള്ള തലമുടിയുണ്ട്. അത് കണ്ടിട്ട് പറഞ്ഞു, ഡാഡി നോക്കൂ എന്ന് പറഞ്ഞു. എന്താണടാ? നോക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ ഒരു പിക്ചർ, നീളമുള്ള താടിയും നീളമുള്ള മുടിയും. യേശു മുടി വെട്ടുമായിരുന്നോ? നോക്കൂ ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് സാമർഥ്യമായി അപ്പൻ്റെ വായടപ്പിച്ചു. അപ്പനൊന്നും പറയുവാൻ കഴിഞ്ഞില്ല. നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ പോയി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം, ഡാഡി എൻ്റെ കൂട്ടുകാരെല്ലാവരും ബൈക്ക് ഓടിക്കുന്നുണ്ട്, അവർ ബൈക്കിലാണ് കോളേജിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത്, എനിക്കും ബൈക്ക് വേണം ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ ഡാഡിയോട് ചോദിച്ചു. അപ്പോൾ ഡാഡി പറഞ്ഞു, എടാ ഒരു നിമിഷം യേശുവിൻ്റെ ഫോട്ടോ നോക്കൂ എന്ന് പറഞ്ഞു. എന്തിനാണ് ഡാഡി? അവൻ ബൈക്കിലിരിക്കുന്ന ഫോട്ടോയാണോ കാണുന്നത് എന്ന് പറഞ്ഞു. ആ ബൈക്കില്ല ഡാഡി. യേശുവിന് ബൈക്കില്ലെങ്കിൽ പിന്നെ നിനക്കെന്തിനാടാ ബൈക്ക്? നീ പോകൂ എന്ന് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം എന്താണോ വിതയ്ക്കുന്നത് അതുതന്നെയാണ് അനുഭവിക്കാനിടയാകുന്നത്, അതുതന്നെയാണ് നമ്മൾ കൊയ്യുന്നതും.